ഹലോ, വെൽക്കം ടു അവർ ചാനൽ. നമ്മുടെ പാലക്കാട് ഫെസ്റ്റിൽ ഇനിയാണ് കേട്ടോ ഷോപ്പിംഗ് വരുന്നത്. ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ എക്സിബിഷനൊക്കെ കാണുന്ന പോലെ തന്നെ ആദ്യം കുറച്ച് ഫർണിച്ചറിൻ്റെയും അങ്ങനെയുള്ള കടകളൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ്, പിന്നെ നമ്മൾ പണ്ട് കണ്ടിരുന്ന കുറേ മിഠായികൾ, പുസ്തകങ്ങൾ, അങ്ങനെ നല്ലൊരു ഷോപ്പിംഗ്. അതായത് നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വെയിലൊന്നും ഇല്ലാതെ കുറച്ച് നേരം കുട്ടികളൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഷോപ്പിംഗ് അങ്ങനെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ മോളേനായിട്ട് ഏട്ടൻ അവിടെ കണ്ടൊരു കസാരയിൽ ഇരുന്ന് അവളായിട്ട് കളിക്കുവാണ്. പിന്നെ കണ്ടോ ഫർണിച്ചേഴ്സ്. ഇപ്പോൾ നമുക്ക് സ്ഥലം ലാഭിക്കാനായിട്ട് ഇങ്ങനത്തെ ഫർണിച്ചറൊക്കെയാണ് നല്ലത് എന്നൊക്കെ ഞങ്ങൾ പറയായിരുന്നു കേട്ടോ. ഇതാവുമ്പോൾ നമുക്ക് മേശയുടെ അടിയിൽ തന്നെ ചെയർ കിടന്നോളൂ. പിന്നെ ഇതാ അവിടെ ഷോപ്പ്, ഈ നമ്മുടെ പുസ്തകങ്ങളുടെ കട ഉണ്ടായിരുന്നു കേട്ടോ. 10-50% ഒക്കെ ഓഫ് ഉണ്ട്. അങ്ങനെ പെർസെൻറ്റേജ് ഓഫുള്ള പുസ്തകങ്ങളൊക്കെ നോക്കിയപ്പോൾ അതിൽ കുറേയൊക്കെ ഞാൻ വായിച്ചതും പിന്നെ കുട്ടികളുടെ പുസ്തകങ്ങളൊക്കെയാണ് കേട്ടോ. സൈക്കോളജി ഓഫ് മണി, പിന്നെ നമ്മുടെ അങ്ങനെ കുറച്ച് നമ്മൾ വായിച്ച ബുക്കുകളാണ്. ഞാൻ അവിടുന്ന് ഒരു പുസ്തകം വാങ്ങി, അതിൻ്റെ റിവ്യൂ ഞാൻ പിന്നെ ഇടാം കേട്ടോ. വായിച്ച് കഴിഞ്ഞിട്ടില്ലേ. ഇത് കണ്ടോ നല്ല നല്ല കടകൾ എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി സാധനങ്ങളെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. പക്ഷേ എന്നാലും നമുക്കിതൊക്കെ വാങ്ങുന്നത് ഒരു രസമല്ലേ. നമ്മളിങ്ങനെ എക്സിബിഷനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പുതിയ സാധനങ്ങളൊക്കെ വന്നത്, അതായത് പുതിയ എന്തെങ്കിലുമൊക്കെ കിച്ചണിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ കടകളിൽ പോകുമ്പോഴാണ് കേട്ടോ കാണുക. അപ്പം ഞങ്ങളും കുറേ അവിടെ പരതി കേട്ടോ എന്തെങ്കിലുമൊക്കെ വാങ്ങാനുണ്ടോയെന്ന്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഓരോ എക്സിബിഷനും അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ പോകുന്നത് കൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും ഞങ്ങളുടെ കയ്യിലുള്ളതാണ് കേട്ടോ. എന്നാൽ ഈ പാത്രങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളുടെ ഒരു പ്രത്യേകതയല്ലേ, നമ്മൾ സ്ത്രീകൾക്ക് ഇതൊക്കെ ഒന്ന് നോക്കിയാൽ തന്നെയല്ലേ ഒരു രസമുള്ളൂ. അപ്പം ഞങ്ങൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ടോ അവിടെ. പിന്നെ ഈ അച്ചാറുകളുടെ കടയുണ്ട് കേട്ടോ. അച്ചാറുകൾ എന്ന് പറഞ്ഞാൽ വെറൈറ്റി അച്ചാറുകളുണ്ട് കേട്ടോ. അവരെല്ലാ അച്ചാറുകളും എന്താ പറയുക നമുക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ തരും കേട്ടോ. ഇത് കണ്ടോ പഴയ കടകൾ, അതായത് പഴയ മിഠായിയുടെ കടകളാണ് കേട്ടോ. പഴയതെന്ന് പറഞ്ഞാൽ നമ്മുടെ 90s കിഡ്സിനൊക്കെ എന്താ പറയുക ഒരു നൊസ്റ്റാൾജിയ ഉണർത്തുന്ന ഒരു മിഠായികളായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. ഈ പിക്കിൾസ് കഴിഞ്ഞിട്ടാണ് കേട്ടോ മിഠായിയുടെ കട. ഏതെടുത്താലും 20 രൂപയാണ് കേട്ടോ അവിടെ. ഏത് മിഠായി എടുത്താലും 20 രൂപയാണ്. ഒരുവിധം എല്ലാം ഉണ്ട്. അപ്പോൾ ചിലതൊക്കെ എനിക്ക് കണ്ടപ്പോൾ മനസ്സിലാവാത്ത മിഠായികളായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഏട്ടനും പിന്നെ എൻ്റെ മമ്മിയൊക്കെ എനിക്ക് പറഞ്ഞു തന്നു ഇതൊക്കെ ഇതാണെന്ന്. അപ്പോൾ നമ്മുടെ 90s കിഡ്സ്, അതുപോലെ തന്നെ ഏർലിയർ ആൻഡ് ലേറ്റർ 90സിന് നൊസ്റ്റാൾജിയ ഉണർത്തുന്ന തരത്തിലുള്ള സ്വീറ്റ്സ് തന്നെയായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കടയിൽ അത്യാവശ്യം തിരക്കുണ്ട്. എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഇവിടുന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വള, മാല, കമ്മൽ എന്തൊക്കെ വേണം അതിൻ്റെ എല്ലാത്തിൻ്റെയും കടകൾ അവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞാനൊന്നും വാങ്ങിയില്ല, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങുന്നതാണേ. അപ്പോൾ വളയും കമ്മലും മാലയും ഒന്നും ഞാൻ വാങ്ങിയില്ല കേട്ടോ. മോൾക്ക് 2 ചെറിയ വള വാങ്ങി കേട്ടോ അവളുടെ കയ്യിൽ ഇട്ട് കൊടുക്കാൻ. അല്ലാതെ വേറെ ഒന്നും വാങ്ങിയില്ല. ഇങ്ങനെ കണ്ട് നടന്നു കേട്ടോ സാധനങ്ങളൊക്കെ. പിന്നെ ഇതൊക്കെ വാങ്ങിയാലും കൈ പിടിച്ച് നടക്കണ്ടേ എന്നുള്ളൊരു മടി കാരണം ഞാനൊന്നും വാങ്ങിയില്ല കേട്ടോ. വെറുതെ ഇതൊക്കെ കാണാൻ തന്നെയാണല്ലോ ഒരു രസം. പിന്നെ ഒന്നും നമുക്ക് ആവശ്യമുള്ളതായിട്ട് അങ്ങനെയൊന്നും തോന്നിയില്ല. പിന്നെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ വാങ്ങിക്കൊടുക്കാനായിട്ട് രസം. അപ്പം മോളാണെങ്കിൽ ഇതൊന്നും ഇടാറായിട്ടില്ലല്ലോ. എന്നാലും ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, മാലകൾ, വളകൾ എല്ലാം ഇങ്ങനെ മാറി 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 കണ്ടു കേട്ടോ. നിങ്ങളിനി കണ്ടു നോക്കണേ ഇതെല്ലാം. പിന്നെ ഇത് കണ്ടോ ഇതൊക്കെ ചെരുപ്പുകളാണ് കേട്ടോ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചെരുപ്പുകളുണ്ട് കേട്ടോ. രാജസ്ഥാനി ചെരുപ്പുകൾ അങ്ങനെയുള്ളതൊക്കെ 250 രൂപയാണെന്ന് കേട്ടോ അവർ പറഞ്ഞത്. ഫിക്സ്ഡ് പ്രൈസാണ്. ചിലതൊക്കെ 200 രൂപയുടെ ഉണ്ട്. പിന്നെ ഇതൊന്നും നെഗോഷ്യബിൾ അല്ല കേട്ടോ. നമ്മൾ ആ റേറ്റ് കൊടുത്തിട്ട് തന്നെ മേടിക്കണം. അതിൽ കുറച്ച് ചോദിച്ചാലൊന്നും അവർ തരില്ല കേട്ടോ. കുട്ടികളുടെ കുറച്ച് കളക്ഷൻ മാത്രമേ കണ്ടുള്ളൂ. പിന്നെ എല്ലാം വലിയവരുടെ പലതരത്തിലുള്ള ചെരുപ്പുകൾ അവിടെ കണ്ടു കേട്ടോ. അങ്ങനെയാണ്. അത് ലാസ്റ്റ് ഒരു ഷോപ്പാണ് കേട്ടോ. അത് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോർണറിലായിട്ടായിരുന്നു കേട്ടോ അത്. ഇത് കണ്ടോ നിങ്ങൾ പലതരം പൊട്ടുകളുടെ വെറൈറ്റി. അപ്പം ഞാൻ മേടിച്ച വളം മമ്മിക്ക് കൊടുക്കുകയാണ് കേട്ടോ, മോൾക്ക് വേണ്ടി വാങ്ങിയത്. പിന്നെ കുറേ മാജിക് സ്റ്റിക്കേഴ്സ് ആൻഡ് കുട്ടികളുടെ ഒരു കട കണ്ടു കേട്ടോ.
കുട്ടികൾക്ക് ആവശ്യമുള്ള സാധനങ്ങളായിരുന്നു അവിടെ കുറേ. അതായത് പിന്നെ അവർക്ക് ആവശ്യമുള്ള പെൻസില്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്കെയിലുകൾ, പിന്നെ അങ്ങനെ പലതും. ഇത് കണ്ടോ, ഇത് കുഞ്ഞുങ്ങളെ പേടിപ്പിക്കാനായിട്ടുള്ള ഇതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടു ഞങ്ങൾ. പല്ലിയുടെയൊക്കെ ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള പസില്, പിന്നെ പെൻസിലിൻ്റെ തന്നെ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സാധനങ്ങൾ കണ്ടു കേട്ടോ. മാജിക് പെന്ന്, ബാഹുബലി പെന്ന്, AK-47 പെന്ന്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് കട്ടപ്പ പെന്ന് കണ്ടോ നിങ്ങൾ. ഇതൊക്കെ ഒരു വെറൈറ്റി തന്നെയായിരുന്നു കേട്ടോ. ഞാനതൊക്കെ കണ്ടിട്ട് എക്സൈറ്റഡ് ആയി. കാരണം ഇപ്പോഴത്തെ 2K കിഡ്സിൻ്റെ ഒന്നും കാര്യങ്ങൾ നമുക്കറിയില്ലല്ലോ. പിന്നെ കുറേ അത്തറിൻ്റെ കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. കുട്ടിക്കൂറ, ചന്ദനം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ. ഇത് കണ്ടോ, ഇതെന്താണെന്നറിയോ, നമ്മൾ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ അവർ അപ്പോൾ തന്നെ ശരിയാക്കി തരും കേട്ടോ ഫോട്ടോസ്. അങ്ങനെ ഒരു കട കണ്ടേ, 10 മിനിറ്റിനുള്ളിൽ ഫ്രെയിം ഇട്ട് തരും. അപ്പോൾ അവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. കുഞ്ഞു മക്കളുടെ ഫോട്ടോസൊക്കെ കൊടുത്തിട്ട് ഒരുപാട് പേര് ഫ്രെയിം ചെയ്ത് മേടിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് പുറത്ത് കിടക്കണതോട് കൂടിയിട്ടാണ് ഫുഡ് ഐറ്റംസിൻ്റെ കടകൾ വരുന്നത്. ഈ കടകളിൽ അവിടെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് കേട്ടോ, കടകളുടെ ഫ്രണ്ടിലായിട്ട്. അവിടെ നിന്ന് നമ്മൾ പൈസ ചീട്ടാക്കിയിട്ട് വേണം ഈ കടകളിൽ കൊണ്ടുപോയി കൊടുക്കാൻ. അപ്പോഴാണ് അവർ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തരുന്നത്. അപ്പോൾ ഏട്ടൻ പാവ് ഭാജിയൊക്കെ വാങ്ങിച്ചു കേട്ടോ. ഞാൻ ഇതുപോലെ തന്നെ പാനിപൂരി വാങ്ങി, പിന്നെ അതുപോലെ തന്നെ പാവ് ഭാജി വാങ്ങി. അങ്ങനെ 1-2 സാധനങ്ങളെല്ലാം കൂടെ ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചു കേട്ടോ. പിന്നെ വാങ്ങിയതേ മുളക് ബജി. അത് എനിക്ക് നല്ല എരിവായിട്ട് തോന്നി കേട്ടോ. അവർക്കൊന്നും അത്ര എരിവില്ല എന്ന് പറഞ്ഞു. എന്താണാവോ, എനിക്ക് മാത്രം നല്ല എരിവായി തോന്നി. അതുകൊണ്ട് എനിക്കങ്ങനെ. അപ്പോൾ വായി നാവൊക്കെ എരിഞ്ഞിട്ട് ഞാൻ വന്ന് നിന്നത് നമ്മുടെ ബൺമസ്ക ഇറാനിറ്റിയുടെ മുമ്പിലാണ് കേട്ടോ. ഇതിപ്പോഴത്തെ ഒരു വൈറൽ ഐറ്റം ആണല്ലോ. അത് കുറച്ചൊക്കെ എല്ലാവരും കഴിച്ച് ഇപ്പോൾ അത് മാറി തുടങ്ങി. പക്ഷേ എനിക്ക് എരിവ് സഹിക്കാൻ പറ്റാത്ത കാരണമാണ് കേട്ടോ ഞാൻ പോയിട്ട് ഒരെണ്ണം വാങ്ങി കഴിച്ചത്. പക്ഷേ സംഭവം കിടുമായിരുന്നു കേട്ടോ. ഞാൻ കഴിച്ച ബൺമസ്കകൾ വെച്ച് നോക്കുമ്പോൾ ഇത് നല്ലൊരു ക്വാളിറ്റി ക്രീമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെ ഈ ബൺമസ്കയുടെ കടയുടെ ഓപ്പോസിറ്റ് നമ്മൾ നോക്കുമ്പോഴാണ് കേട്ടോ ഇനി കാണുന്നത്. അതായത് നമ്മുടെ മക്കൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള കടകൾ, ഷോപ്പുകൾ, അതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഇത് കണ്ടോ, ഫാമിലി ഗെയിം 6 റിങ്ങിന് 60 രൂപ. ഇതൊന്നും നമ്മൾ ചെയ്യാത്ത കാര്യമായിരുന്നു കേട്ടോ. ഇതിപ്പോൾ കണ്ടപ്പോൾ ഏട്ടൻ ഇതിലൊരു ക്രേസ് തോന്നിയിട്ട് പുള്ളി ഇത് ചെയ്യാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. ആർക്കും അങ്ങനെ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ നമുക്കൊരു ഹോർലിക്സിൻ്റെ ബോട്ടിൽ കിട്ടിയിട്ടോ അവിടെ നിന്ന് സമ്മാനമായിട്ട്. അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ വന്ന് നിന്ന് ഇങ്ങനെ ബോൾ ഇട്ടിട്ട് അതിൻ്റെ നമ്പർ ആഡ് ചെയ്തിട്ട്, അറിയാലോ ആ സംഭവം. അങ്ങനെ അതുപോലെ തന്നെ ഞാനാട്ടോ കളിച്ചത്. അതിൽ നിന്നും ഞങ്ങൾക്കൊരു പ്രൈസ് കിട്ടിയിട്ടോ, ഒരു പാത്രം കിട്ടിയിട്ടോ ഞങ്ങൾക്ക്. അത് കഴിഞ്ഞിട്ട് കണ്ടോ, ഇതാണ് നമ്മുടെ മക്കൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ കേട്ടോ. ഒരുപാട് ടൈപ്പ് ഓഫ് റൈഡ്സ് ഉണ്ട്. ഞങ്ങളൊന്നിലും കയറിയൊന്നുമില്ല, എല്ലാം ഇങ്ങനെ കണ്ടു നടന്നു കേട്ടോ.
ഒരുപാട് വെറൈറ്റി റൈഡുകളും ഉണ്ട്. എല്ലാവരും ഇതിലൊക്കെ കയറുന്നുണ്ട് കേട്ടോ. കുഞ്ഞു മക്കളൊക്കെ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ അവർക്ക് ആവശ്യമുള്ള ഫുഡും റൈഡും എല്ലാം അവിടെ അവൈലബിൾ ആണല്ലോ. അതുകൊണ്ട് മോളാണെങ്കിൽ ഇതിൻ്റെ ലൈറ്റ്സും അത് കറങ്ങുന്നതൊക്കെ കണ്ടിട്ട് അവൾ ഇതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. ആൾക്ക് ഇങ്ങനെ പുറത്ത് കറങ്ങാമെന്നൊക്കെ പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ്. ഇത് കണ്ടോ നമ്മുടെ പഞ്ഞിമിഠായി, ഇതെവിടെ കണ്ടാലും ഒന്ന് വാങ്ങാറുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ലൈവായിട്ട് ഉണ്ടാക്കുന്നത് കാണുമ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് കാണാനും ഒരു രസമാണ് കേട്ടോ. അവരിങ്ങനെ നൂല് പാവി എടുക്കുന്നത് പോലെ അതിലിട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നത് കാണാനും ഒരു രസമാണ്. പിന്നെ കഴിക്കാനും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. നല്ല മധുരമാണ് കേട്ടോ, കടും മധുരമാണ്. പക്ഷെ അതൊരു രസം തന്നെയല്ലേ. ഇങ്ങനെയൊക്കെ പോകുമ്പോഴല്ലേ നമ്മളിതൊക്കെ വാങ്ങി കഴിക്കുള്ളൂ. ഞാനിതൊക്കെ കഴിച്ചിട്ട് ഒരുപാട് കാലമായിട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ നല്ല രസം തോന്നിയേ. അപ്പോൾ അങ്ങനെ ഒരെണ്ണം ഞാനും വാങ്ങിട്ടോ. കണ്ടോ, ഫീഡിങ് റൂം ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അത് ഞാൻ കണ്ടു. പക്ഷെ നമ്മളിപ്പോൾ ഇനി കാറിലോട്ട് പോകുന്നതുകൊണ്ട് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പാലക്കാട് ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്തു വെച്ചിരിക്കുന്ന സംഭവം കാണാനും ഉണ്ട്. അതുപോലെ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കേട്ടോ അവിടെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ അതൊരു അപ്രിഷ്യബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഫീഡിങ് റൂം, ടോയ്ലറ്റ് അതൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു കാര്യം തന്നെയാണല്ലേ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കണ്ട് അങ്ങനെ ഞങ്ങൾ എക്സിറ്റ് വഴി ഇറങ്ങി കേട്ടോ. എക്സിറ്റ് വഴി ഇറങ്ങി ലൈറ്റൊക്കെ കണ്ട് അങ്ങനെ എക്സിറ്റ് വഴി കറങ്ങിയിട്ട് അപ്പോൾ നമ്മുടെ കാർ ഇട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് കുറച്ചുണ്ട് കേട്ടോ, കുറച്ച് നടക്കാനായിട്ടുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ അവിടെ മോളും ഒക്കെ ആയി കളിച്ച് അങ്ങനെ നടന്നു കേട്ടോ. കാറ് ഇട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് കുറച്ച് നടക്കാനുണ്ട്. അപ്പം മമ്മി പറയായിരുന്നു കുറച്ചൊക്കെ ഇങ്ങനെ നടക്കാനുണ്ട്, എന്നാലും കുഴപ്പമില്ല, ഒരുപാട് നടക്കാനുണ്ടെന്നാണ് കരുതിയത്. അങ്ങനെ അത്ര വിഷമമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നടക്കുമായിരുന്നു കേട്ടോ.
അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അപ്പ് ടൗണിലാണ് കേട്ടോ കയറിയത്. പിന്നെ വെജിറ്റബിൾ ആയിരുന്ന കാരണം അത്ര അധികം ഓപ്ഷൻസ് ഒന്നും ഇല്ല. എന്നാലും എന്തെങ്കിലും കഴിക്കാനും പിന്നെ മോൾക്ക് ഫുഡ് കൊടുക്കണമല്ലോ, അപ്പോൾ കുറച്ച് നേരം ഇരിക്കാനും പറ്റിയൊരു നല്ലൊരു റെസ്റ്റോറൻറ്റ് വേണം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അപ്പ് ടൗണിലാണ് കേട്ടോ കയറിയത്. അങ്ങനെ അവിടെ കയറി മോൾക്ക് ആദ്യം തന്നെ മോൾക്ക് ഫുഡ് കൊടുത്തു കേട്ടോ. അങ്ങനെ അവിടുത്തെ ആംബിയൻസൊക്കെ കണ്ട് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു, സൂപ്പൊക്കെ കുടിച്ചിട്ട് ഫുഡ് കഴിക്കുന്നവരെ അങ്ങനെ ഇരുന്നു കേട്ടോ. മെനു ഒക്കെ കാണാൻ ഒരുപാടുണ്ട്, പക്ഷെ നമ്മൾ ആ സമയത്ത് വെജിറ്റേറിയൻ ആയ കാരണം നമുക്ക് അധികം ഓപ്ഷൻസ് ഒന്നുമില്ല. വെറുതെ മെനു ഒക്കെ നോക്കി ഒന്ന് മറിച്ച് അതൊക്കെ ഒന്ന് കണ്ടു കേട്ടോ. അല്ലാതെ നമുക്കൊന്നും വാങ്ങാനും കഴിക്കാനൊന്നും പറ്റുന്ന സമയമായിരുന്നില്ല. ഇനി ഞങ്ങളുടെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുപോലെയുള്ള ചെറിയ വീഡിയോസും നമ്മുടെ ഫാമിലി ടൈമുമായിട്ട് ഇനിയും ഞാൻ വരും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ കൂടെ കൂടണേ. താങ്ക് യു ഫോർ വാച്ചിങ്.